ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബ്രൗണി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് കോമ്പൗണ്ടും 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എപ്പോഴും പൊടിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ ബ്രൗണി ഉണ്ടാക്കുമ്പം. അതിലേക്ക് ഞാൻ 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചിലോ മതിയാകും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അത് ശ്രദ്ധിക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. മുട്ട ഒത്തിരി നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് വന്നാൽ മതിയാകും. അപ്പോൾ അതായത് മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റിന് ചൂട് മാറിയിട്ട് വേണം മുട്ടയിലേക്ക് ചേർക്കാനായിട്ട്. ഇളം ചൂടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മെൽറ്റാക്കി ഉടനെ തന്നെ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് കോമ്പൗണ്ടും 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡാർക്ക് ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടെ മിക്സാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയും ഈ ഒരു ചോക്ലേറ്റായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ബൗളിൽ ആദ്യമേ മൈദയും കൊക്കോ പൗഡറും കോൺഫ്ലോറും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് മുട്ടയുടെയും ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സിലേക്കും ചേർത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് തന്നെ നേരിട്ടങ്ങ് അരിപ്പയിലിട്ട് അരിച്ചെടുക്കുവാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി അരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ആദ്യം ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പാച്ചില കൊണ്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. ബാറ്റർ ടൈറ്റ് ആകുന്നതനുസരിച്ചിട്ട് ഇതിലേക്ക് നമുക്കിനി പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്പാച്ചില കൊണ്ട് ഒന്നുകൂടെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോയുടെ റെക്റ്റാങ്കിൾ മോൾഡിലാണ് ബേക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒത്തിരി ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 2 kg റെക്റ്റാങ്കിൾ മോൾഡിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. കേക്കിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വെക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് ടിന്നിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഈവനായിട്ടൊന്ന് ആകാനായിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ന്യൂട്ടെല്ല ചേർക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. മിൽക്ക് ചോക്ലേറ്റോ ഡാർക്ക് കോമൗണ്ടോ ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ന്യൂട്ടെല്ല ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കൊടുക്കുവാണ്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുവാണ്. മിൽക്ക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. അതോടൊപ്പം നമുക്കിതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഹേസൽനട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് നട്ട്സ് എടുത്താലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, അത് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള അവനിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വരെയാണ് ഞാനിത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഇത് ബേക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗണി നല്ല പെർഫെക്റ്റായിട്ട് ഇവിടെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആ ടിന്നിൽ നിന്ന് മാറ്റുവാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. ചൂടോട് കൂടിയിട്ട് ബ്രൗണി കട്ട് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ബട്ടർ പേപ്പർ ഒറ്റ പീസായിട്ട് വെച്ചതുകൊണ്ടാണ് കേട്ടോ കറക്റ്റ് ആ ഒരു ഷേപ്പ് സൈഡ് ഭാഗത്ത് വരാതിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് താഴെയും സൈഡിലും സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ ഇവിടെ ബ്രൗണി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പീസാക്കി എടുക്കുവാണ്. അപ്പോൾ എനിക്കിവിടെ 18 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് 18 പീസാണ് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ബ്രൗണിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ബ്രൗണിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാനിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 1.5 കിലോ റെക്ടാങ്കിൾ പാനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് 2 kg പാനിൽ ബേക്ക് ചെയ്താൽ കുറച്ചുകൂടി തിന്നായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.